നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരാഹാരം നടത്തിയിരുന്ന സോനം വാങ്ചുക് വ്യാഴാഴ്ച രാത്രി നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയാണ് നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക്കിന് നാരങ്ങ നീർ നൽകിയത്. ഇതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. എന്താണ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. ഇതോടെ തേഞ്ഞൊട്ടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ശക്തിയായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഒരു ദിവസം പോലും സമരപ്പന്തലിൽ പോലും എത്താതെ പിന്നീട് സമരത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയത് വഞ്ചനയാണെന്നും ഗീതാഞ്ജലി ആഗ്നേമ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് തന്നെയാണ് സമരത്തിന് വഴിത്തിരിവായതെന്നും കരുതുന്നു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ മോദിയുടെ ആത്മാർത്ഥതയിൽ സോനം വാങ്ചുക്കിന് കൂടുതൽ വിശ്വാസം തോന്നിയെന്ന് പരക്കെ അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ വാട്സാപ്പ് കലാപവുമായി ഏറെ സാമ്യമുള്ള പാറ്റകളുടെ സമരത്തിലേക്ക് സംസ്ഥാനത്തു നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും എത്തിയിരുന്നു. അന്ന് കലാപം നടന്ന കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് പാറ്റ സമരത്തിലേക്കും കൂട്ടത്തോടെ എത്തിയത്. 2018 ഏപ്രിലിൽ കാശ്മീർ കത്വയിൽ 8 വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ വാട്സാപ്പ് കലാപത്തിന് സമാന രീതിയിലാണ് കോക്രോച്ച് പാർട്ടി സമരവും നടത്തുന്നത്. സമാന രീതിയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ പാറ്റ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിലെ കലാപശ്രമവും. വാട്സാപ്പ് കലാപമുണ്ടായ അതേ ജില്ലകളിൽ നിന്നും പാറ്റ സമരത്തിലേക്ക് എത്തുന്നവർ ലോകാവസാനം സംബന്ധിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് പാറ്റകൾ പോലുള്ള ജീവികളാണ് ലോകാവസാനത്തിന് കാരണമാവുകയെന്നും അതാണ് കോക്രോച്ച് സമരമെന്നുമാണ് മലയാള മാധ്യമങ്ങളോട് വിവരിക്കുന്നത്. ഇത്തരക്കാരെ മാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കാൻ സംഘടിത ശ്രമവും നടക്കുന്നുണ്ട്. പാറ്റ സമരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സാന്നിധ്യവും ഖാലിസ്ഥാൻ വിഘടനവാദികൾ, ഷാഹീൻബാഗ് കലാപകാരികൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ട്. ഇതിനു പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും എത്തുന്നത്. അതിനിടെ ഭാരത വിഭജനം ഉൾപ്പെടെ മുദ്രാവാക്യങ്ങളുമായി പാറ്റ പാർട്ടി നടത്തുന്ന കലാപ സമരത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് സൗകര്യം ഒരുക്കി നൽകുന്നത് കേരള സർക്കാർ എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അക്രമ സമരത്തിനുള്ള ഗൂഢാലോചനാ യോഗം നടന്നത് കേരള സർക്കാരിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയായ കേരള ഹൌസിൽ. കലാപക്കേസിലെ അക്രമികൾക്ക് സൗകര്യം നൽകിയത് ഇടത് MPമാരുടെ നിർദ്ദേശാനുസരണം. 18 പോലീസുകാരെ ആക്രമിച്ചതിനും 20ഓളം പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തതിനും RAFകാരനെ ആക്രമിച്ചതിനുമടക്കം കലാപത്തിന് 10 FIRകളുള്ള പാറ്റ സമരക്കാർക്ക് യോഗം കൂടാൻ കോൺഫറൻസ് ഹാൾ വിട്ടു നൽകി പാർലമെന്റ് മാർച്ചിൽ അക്രമം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയ യോഗവും കേരള ഹൌസിലായിരുന്നുവെന്നാണ് സൂചന. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ജഡ്ജിമാർ, മന്ത്രിമാർ ഉൾപ്പെടെ കേരള ഹൌസിൽ ഉള്ളപ്പോഴാണ് കലാപ സമരത്തിന് പങ്കാളികളായവർക്ക് യോഗം ചേർന്ന് ഗൂഢാലോചന നടത്താൻ അവസരം ഒരുക്കിയത്. മലയാളിക്ക് റൂം വേണമെങ്കിൽ കേരള ഹൌസിന്റെ ഉടമസ്ഥത കൈകാര്യം ചെയ്യുന്ന ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ അനുമതി മുൻകൂർ വേണം. കാര്യകാരണ സഹിതം ഓൺലൈനിൽ വിവരം നൽകിയാൽ മന്ത്രിമാരുടെ ശുപാർശയുണ്ടെങ്കിൽ പോലും റൂമോ കോൺഫറൻസ് ഹാളോ ലഭിക്കില്ല. കോക്രോച്ച് പാർട്ടി യോഗത്തിൽ മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ കലാപത്തിന് അനിഷ്ടം നേരിടുന്നവർക്ക് യോഗം ചേരാൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വസതി വിട്ടു നൽകിയത് ഗുരുതര വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. CJPയുടെ പേരിലുള്ള ഈ വിദ്യാർത്ഥി സമരക്കാരുടെ ലക്ഷ്യം നീറ്റ് പരീക്ഷയല്ലെന്നും മോദി സർക്കാരിനെ അട്ടിമറിക്കലാണെന്നും റിപ്പബ്ലിക് ചാനൽ എഡിറ്റർ അർണബ് ഗോസ്വാമി. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് JNUവിൽ നിന്നും മറ്റ് ഡൽഹി സർവകലാശാലകളിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന രാജ്യത്തെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന തുക്കടെ തുക്കടെ ഗ്യാങ്ങുകളാണെന്നും അർണബ് ഗോസ്വാമി പറഞ്ഞു. പിന്നാലെ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും പുറത്തുവരികയാണ്. CJP നടത്തുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നടത്തുന്ന സമരവേദിയിൽ നാരെ തക്ബീർ, അല്ലാഹു മഹാനാണ്, അല്ലാഹു അക്ബർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഒരു സംഘം വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ കൊടി വീശിക്കൊണ്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിന്റെ വീഡിയോ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. CJP സമരത്തിൽ പുറത്തുനിന്നുള്ള പല ശക്തികളും പല ഉദ്ദേശങ്ങളോടെയും നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഇത് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചാൽ ഈ ഗ്രൂപ്പിനകത്തുള്ള ഛിദ്രശക്തികൾ എന്താണ് ചെയ്യുക എന്ന് പോലും പ്രവചിക്കാൻ വയ്യ. ഗുണ്ടാ സംഘങ്ങളുടെ മുഖങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ സീലംപൂർ പ്രദേശത്തു നിന്നുള്ള ഗുണ്ട ഹാജി അഫ്സലാണ് ആയുധങ്ങളുമായി ഇപ്പോൾ പാറ്റകൾക്കൊപ്പമുള്ളത്. ഹാജി അഫ്സലിന്റെ ഭാര്യ ഹജ്ജൻ ഷക്കീല ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറാണ്. പോലീസ് രേഖകൾ പ്രകാരം കൊലപാതകം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ആയുധ നിയമ ലംഘനം, ആക്രമണം, DPDP ആക്ട് തുടങ്ങി മക്കോക്ക പ്രകാരമുള്ള കുറ്റങ്ങൾ വരെ 26 ക്രിമിനൽ കേസുകൾ ഹാജി അഫ്സലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ജൂലൈ 20 പാർലമെന്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിക്കാൻ പാറ്റകൾ ആദ്യം കൊണ്ടുവന്നതും ഹാജി അഫ്സലിനെയും കൂട്ടാളികളെയുമാണ്. പ്രതിഷേധത്തിനിടെ ഇവർ വാളുകളും വടികളും കയ്യിൽ കരുതിയിരിക്കുന്നതായി ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. അതിനിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ ശിക്ഷിക്കാൻ അതിവേഗ കോടതി സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിവേഗ കോടതി സ്ഥാപിച്ച് ഡൽഹി ഹൈക്കോടതി. 2024 പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ നിയമവും അനുബന്ധ കേസുകളും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കും. ഈ നിയമപ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഉടൻ തന്നെ പുതുതായി സൃഷ്ടിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റും. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കാൻ വഞ്ചനാ വിരുദ്ധ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിയമവിരുദ്ധമായ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് നിയമ നടപടികൾക്ക് കാരണമാകുമെന്നും വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രൊഫഷണൽ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഡൽഹി സർവകലാശാല DU വ്യാഴാഴ്ച വിദ്യാർത്ഥികളോടും ഫാക്കൽറ്റി അംഗങ്ങളോടും നിർദ്ദേശിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ജന്തർ മന്ദറിൽ കലാപം നടത്തിയവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുമെന്ന് പോലീസ്. നേരിട്ട് അക്രമത്തിൽ ഉൾപ്പെട്ടവരുടെ പാസ്പോർട്ടുകളാണ് റദ്ദാക്കുക. CCTV ദൃശ്യങ്ങൾ, വീഡിയോ റെക്കോർഡിംഗ്, മറ്റ് സാങ്കേതിക തെളിവുകൾ എന്നിവയിലൂടെ ഡൽഹി പോലീസ് പ്രതിഷേധത്തിനിടെ കലാപത്തിലും മറ്റ് അക്രമ പ്രവർത്തനങ്ങളിലും നേരിട്ട് പങ്കെടുത്ത വ്യക്തികളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. NSA ചുമത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ തീരുമാനവും. ഡൽഹി ACP വൈഭവ് ഭഗത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ. ചെവിയിൽ നിന്നും രക്തസ്രാവവും തലയ്ക്ക് പിന്നിൽ വീക്കവും ശരീരമാസകലം ചതവുകളും കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ എയിംസിലേക്ക് മാറ്റിയേക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.